ഹലോ ഫ്രണ്ട്സ്, ഫാബിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ലേ ഈ ഡ്രസ്സിൻ്റെ ചാനലിൽ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന്? അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് താരനും മുടികൊഴിച്ചിലും അകാലനരയൊന്നും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ? എല്ലാവരുടെയും പ്രശ്നമായിരിക്കും മുടികൊഴിച്ചിലും താരനൊക്കെ. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 9 കൂട്ടം ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 1 ലിറ്റർ എണ്ണയിലാണ് നമ്മളിത് കാച്ചിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അലോവേര ജെല്ലും പിന്നെ ഉലുവ കുതിർത്തതുമാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക. മുഴുവനായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം, ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ അരഞ്ഞാൽ മതി. എണ്ണയും പിന്നെ അലോവേര ജെല്ലും എല്ലാം കൂടെ കൂട്ടിയിട്ടാവുമ്പോൾ നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലാണെങ്കിലും ഒരു മായമൊന്നും ചേർക്കാതെ ഡയറക്റ്റ് മില്ലിൽ നിന്നും ആട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. അത് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതിയാവും. മുഴുവനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒഴിച്ച എണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു 1 അവറൊക്കെ നമ്മൾ ഇളക്കേണ്ടതുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാവും. തീരെ ലോയും വേണ്ട, നല്ല ഹൈയും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒരു മണിക്കൂറിൻ്റെ മേലെ എടുത്തോട്ടോ എനിക്കിത് ശരിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ നമ്മുടെ ആലോവേരയും ഉലുവയും ആര്യവേപ്പൊക്കെ നമ്മുടെ തലയിലെ താരനൊക്കെ ഇളക്കി പോകാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ്. അതുപോലെ മൈലാഞ്ചി നമ്മുടെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറമൊക്കെ കൊടുക്കും. മൈലാഞ്ചിയൊക്കെ അകാലനരയൊക്കെ ഉള്ളവർക്ക് മൈലാഞ്ചിയൊക്കെ യൂസ് ചെയ്ത തലമുടിക്കൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മളിതിൽ അല്പം കുരുമുളകും പിന്നെ തുളസിയും ചേർക്കുന്നുണ്ട്. അത് നമുക്ക് തലനീരിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ കയ്യുന്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാക്കുന്ന ഐറ്റമാണ് കയ്യുന്നം. അതും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. നമ്മളിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവരും ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് തേക്കുന്നത്. അതുപോലെ നമുക്ക് ലോക്കലിലൊക്കെ അത്യാവശ്യം സെയിലും ഉണ്ട്. നമ്മൾ വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയ്ക്ക് തിളച്ച് അതിൻ്റെ സത്തെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. പിന്നെ ഈ നന്നായിട്ട് ഈ കുമിളകൾ വന്നിട്ടുള്ളത് കുറേ കഴിയുമ്പോൾ അത് നിൽക്കും കേട്ടോ. അങ്ങനെ നിന്ന് നമ്മൾ ഈ ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഒരു ക്രിസ്പി രൂപത്തിൽ വരുമ്പോഴാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുന്നത്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ 2 കൈ കൊണ്ട് എടുത്തിട്ട് നോക്കിയാൽ മതി. നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കുമ്പളകളെല്ലാം തീർന്ന് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലിനും അകാലനരയ്ക്കും താരനൊക്കെ ഒരു പരിഹാരമാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇത് പിറ്റേ ദിവസമുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഒരു അരിപ്പയിലൊക്കെ അതിട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് എല്ലാം നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. കുറച്ച് നേരം അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മുഴുവനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കറുത്ത കളറിലാണ് നമുക്ക് ഈ എണ്ണ കിട്ടുന്നത്. അപ്പോൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന ഈ ഹെയർ ഓയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.